ഇനി ആലപ്പുഴയിലും തീവ്രമായ മഴ പെയ്യുകയാണ്. മാത്രമല്ല ഈ കണ്ടെയ്നർ, കടലിൽ വീണ കണ്ടെയ്നർ ഒഴുകി ആലപ്പുഴയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന വാർത്തയൊക്കെ വരുമ്പോൾ മനീഷ് മഹിവാൽ നമുക്കൊപ്പം ചേരുകയാണ്. മനീഷ്, ഗുഡ് മോർണിംഗ്. മനീഷ്, വിവരങ്ങൾ. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ തീരപ്രദേശത്തേക്കാണ് ഈ കൊച്ചിയിൽ ചരിഞ്ഞ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ വരാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തീരദേശ മേഖലയിൽ നിലവിൽ അവിടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തന്നെ ഉച്ചയോടുകൂടി തന്നെ ഈ കണ്ടെയ്നർ എത്താനുള്ള സാധ്യതയാണ് നിലവിൽ അറിയിക്കുന്നത്. മണിക്കൂറിൽ 1 കിലോമീറ്റർ ദൂരം എന്ന രീതിയിലാണ് ഈ കണ്ടെയ്നർ കടലിൽ സഞ്ചരിക്കുന്നത്, ഒഴുകി തീരത്തേക്ക് എത്തുന്നതെന്ന വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. എന്താണെങ്കിൽ അത് സംബന്ധിച്ചുള്ള ജാഗ്രത തീരപ്രദേശത്തുണ്ട്. ജില്ലയെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന സംഭവം ഈ തീരദേശ മേഖല തന്നെയാണ്. കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് നിലവിൽ പ്രശ്നങ്ങളില്ല. കാരണം മഴ അത്രത്തോളം ശക്തമായിട്ടില്ല ആലപ്പുഴ ജില്ലയിൽ. നിലവിൽ അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ കൂടി ഈ മറ്റ് സ്ഥലങ്ങളിൽ പെയ്യുന്ന മഴയടക്കമുള്ള മഴയുടെ തീവ്രത കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആലപ്പുഴയുടെ തീരദേശ മേഖലയിൽ കടൽക്ഷോഭം ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ആലപ്പുഴയിലെ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ പാനൂരിൽ വലിയ രീതിയിൽ കടൽക്ഷോഭം ഉണ്ടായിരുന്നു. അവിടെ 2 വീടുകൾ നിലവിൽ ഏത് സമയവും നിലം പൊത്താവുന്ന നിലയിലായിരുന്നു. ഇന്നലെ നമ്മൾ അത്തരം വാർത്തകളൊക്കെ കൊടുത്തിരുന്നു, ദൃശ്യങ്ങളടക്കം കൊടുത്തിരുന്നു. ഒപ്പം തന്നെ പുന്നപ്ര തെക്ക് പഞ്ചായത്തിലും ഈ സമാനമായ രീതിയിൽ കടൽക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇനി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ രീതിയിൽ കള്ളക്കടൽ പ്രതിഭാസം അടക്കമുള്ള കാര്യങ്ങൾ എത്തുക. അപ്പോഴായിരിക്കും വേലിയേറ്റ സമയം ആകുമ്പോൾ വൈകുന്നേര സമയങ്ങളിൽ ഈ കടൽക്ഷോഭം ഉണ്ടായി വീടുകൾക്കും അവിടെയുള്ള ആളുകൾക്കും ഒക്കെ തന്നെ വലിയ ഭീഷണി ഉണ്ടാകുന്നുണ്ട്. നിലവിൽ ഇന്നലെ രാത്രി മുതൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ആണ് മഴ പെയ്തിട്ടുള്ളത്. നമ്മൾ രാവിലെ കൊടുത്ത ഒരു വിവരം അനുസരിച്ച് കോടന്തുരുത്ത് പഞ്ചായത്തിൽ, കുത്തിയതോട് കോടന്തുരുത്ത് പഞ്ചായത്ത് 8-ാം വാർഡിൽ സുരേഷിന്റെ വീട്ടിൽ അവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീടിന്റെ ബാത്റൂമും ഒപ്പം തന്നെ വീടിന്റെ മേൽക്കൂരയും ഒക്കെ തന്നെ ഭാഗികമായി തകർന്നുപോയി. അങ്ങനെ കാറ്റും കടൽക്ഷോഭവുമാണ് ജില്ലയെ സംബന്ധിക്കുന്ന പ്രശ്നം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കിഴക്കൻ മേഖലയിൽ പെയ്യുന്ന മഴ സ്വാഭാവികമായും കുട്ടനാടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങളെ ബാധിക്കാറുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടി തോട്ടപ്പള്ളി പൊഴി മുറിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കാനും അത് വിലയിരുത്താനും വേണ്ടി ജില്ലാ കളക്ടർ ഇന്നലെ തോട്ടപ്പള്ളി പൊഴി സന്ദർശിക്കുകയും ചെയ്തു. SK മനീഷ് മഹിബാലാണ് ആലപ്പുഴയിലെ കാര്യങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.